ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് വർക്ക് കേട്ടോ, ഇന്നോവ. ഒരു 2012 മോഡൽ ഇന്നോവയാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വർക്കിന് വന്നിട്ടുള്ളത്. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു 2012 മോഡൽ ഇന്നോവ വന്നിട്ടുള്ളത്. ഈ ഒരു ഇന്നോവ നമുക്ക് നിലമ്പൂർ കരുളായി ഭാഗത്തുനിന്നൊരു വണ്ടി കേട്ടോ. ഈ വണ്ടി നമ്മൾ അവരെ വീട്ടിൽ പോയിട്ട് കൊടുന്നാണ്, ആൾ നാട്ടിലില്ല, അപ്പോൾ വിദേശത്താണ്. അപ്പോൾ ആൾ പറഞ്ഞു വണ്ടി കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ വണ്ടി വീട്ടിൽ പോയി എടുക്കുമെന്ന് ചോദിച്ചു. ആ അടിസ്ഥാനത്തിൽ നമ്മൾ അവരെ വീട്ടിൽ പോയിട്ട് വണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സാപ്പിൽ അവർക്ക് ഷെയറും ചെയ്യുന്നുണ്ട്. നിലവിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി വണ്ടി Type 4 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട് ഹെഡ് ലാമ്പ് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യും, നമ്മളൊരു ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാമ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ സ്കേർട്ട് ഉണ്ടോ, ഓൾറെഡി നമുക്ക് ഫ്രണ്ടിൽ വണ്ടിക്ക് സ്കേർട്ട് ഉണ്ട് കേട്ടോ. പക്ഷേ സ്കേർട്ട് ബീഡിങ് ഇട്ട് ചെയ്തിട്ടുണ്ട്, നമുക്കതൊന്ന് അറ്റാച്ച് ചെയ്യണം. കാരണം ബീഡിങ് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് നമ്മളൊരു ബമ്പറിൽ അറ്റാച്ച് ചെയ്യും. അതേപോലെ തന്നെ ഡീക്രോം ആണ്. അതേപോലെ ഗ്രില്ല് ചിലപ്പോൾ നമ്മൾ ഈ ഗ്രില്ല് മാറ്റി ഒരു GR ഗ്രില്ലും നമ്മളൊരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യും. പിന്നീട് നോക്കുമ്പോൾ നമുക്ക് ഓൾറെഡി വണ്ടിയിൽ ഫ്രണ്ട് മിറേഴ്സ് നമുക്ക് ഓൾറെഡി വണ്ടിയിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫോഗിൻ്റെ ബൾബ് നമ്മൾ ചിലപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഫോഗിൻ്റെ ആ ഒരു കവർ പോർഷൻ കണ്ടോ ക്രോമിൽ വരുന്നത്, അതും നമ്മൾ ഡീക്രോം ചെയ്യും. അതേപോലെ തന്നെ സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഒരു 17 ഇഞ്ച് നല്ല അടിപൊളി ലുക്കുള്ളൊരു അലോയ്സ് നമ്മളെ വണ്ടിയിൽ ഓൾറെഡി ഉണ്ട്. സിൽവർ കളറാണ്. വീല് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. പിന്നീട് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു മാറ്റങ്ങളൊന്നും നമുക്കൊരു വണ്ടീൻ്റെ സൈഡ് പോർഷനിൽ ചെയ്യാനില്ല. റിയറിലേക്ക് വരുമ്പോൾ നമ്മളെ റിയർ ഡിക്കി ഗാർണിഷ് കണ്ടോ. ഈ ഒരു ഡിക്കി ഗാർണിഷ് നമുക്ക് എന്ത് ചെയ്യണം, വിത്ത് ലൈറ്റ്, നമുക്കൊരു ഇന്നോവ എന്നുള്ള പാർക്കും അതേപോലെ തന്നെ ബ്രേക്കും വരുന്ന ഒരു വിത്ത് ലൈറ്റ് വരുന്ന ഒരു ഡിക്കി ഗാർണിഷ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു ക്രോം പാർട്ട് കണ്ടോ, ഇത് ചിലപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യും. കാരണം ഇത് നമ്മൾ ഡീക്രോം ആക്കുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ബ്ലാക്കിൽ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ നമ്മളെ റിയർ സ്കേർട്ട്, ഇപ്പോൾ നമുക്ക് നിലവിൽ വണ്ടിയിൽ സ്കേർട്ടില്ല, അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ റിയർ സ്കേർട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ വലിയൊരു മാറ്റമാണ് നമ്മളെ റിയർ ടൈൽ ലാംപ്സ് കണ്ടോ. ആ ഒരു ടൈൽ ലാംപ്സ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ വരുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കാരണം ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനാണ് നമ്മൾ വണ്ടിയിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റം കണ്ടോ, ഈ ഒരു OE സിസ്റ്റം നമ്മൾ മാറ്റിയിട്ട് നമ്മളൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്യും. അതും ചിലപ്പോൾ നമ്മൾ ഡയമണ്ട് 2K ആവും ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് പിന്നീട് വേറെ വർക്കൊന്നുമില്ല, കാരണം സീറ്റിൻ്റെ വർക്കോ കാര്യങ്ങളൊന്നും കൺഫേംഡ് അല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വർക്കൊന്നുമില്ല. ഇന്ത്യയിൽ ഈ ഒരു കാര്യം മാത്രമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു വണ്ടിയിൽ ചെയ്യാനുള്ള മാറ്റങ്ങൾ. ഹെഡ് ലാമ്പ്, ടൈൽ ലാമ്പ്, അതേപോലെ സ്കേർട്ട്, റിയർ സ്കേർട്ട് ആഡ് ചെയ്യണം, ഫ്രണ്ട് സ്കേർട്ട് അറ്റാച്ച് ചെയ്യണം. അതേപോലെ തന്നെ നമുക്കൊരു ഇൻഫോർമേഷൻ സിസ്റ്റം നമുക്ക് വണ്ടിയിൽ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഫൈനലി നമ്മളൊരു വണ്ടി വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ചധികം അപ്ഡേഷൻസ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നമുക്ക് നോക്കിയാലോ.
ഫസ്റ്റ് ലുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ ഹെഡ് ലാമ്പ് യൂണിറ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഹെഡ് ലാമ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ട് നമ്മൾ ഗ്രില്ല് അതേപോലെ ബോണ്ടിൽ ഗാർണിഷ് നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓൾറെഡി നമുക്ക് ഫ്രണ്ടിൽ സ്കേർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ അത് സിംഗിൾ കളറും അത് മാത്രമല്ല അറ്റാച്ച് അല്ലായിരുന്നു, നമുക്കൊരു ബീഡിങ് ടൈപ്സ് ആയിരുന്നു വന്നത്. കാരണം ബീഡിങ് വെച്ചിട്ടായിരുന്നു സ്കേർട്ട് ഉണ്ടായിരുന്നത്. നമ്മളത് ബോഡി ആ ഒരു ബമ്പറിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫോഗിൻ്റെ ആ ഒരു കവറും നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹെഡ് ലാമ്പിൻ്റെ ബൾബ്സ് ലോ ബീമും ഹൈ ബീമും നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ലുക്കിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. കാരണം നമ്മുടെ ഹെഡ് ലാമ്പ് യൂണിറ്റും അതേപോലെ തന്നെ ബമ്പറിലെ സ്കേർട്ട് അറ്റാച്ച്ഡ് വിത്ത് ഡുവൽ ടോൺ പെയിൻറ്റിംഗ് ആണ്. അതേപോലെ ഗ്രില്ലും കാര്യങ്ങളും ഡീക്രോം. ഹെഡ് ലാമ്പിൽ വരുമ്പോൾ നമുക്ക് ഇത് പാർക്കായിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ നമുക്ക് കണ്ടോ, ആ ഒരു മെട്രിക്സ് ടൈപ്പ് ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ നമ്മൾ അടിയിലൊരു പോർഷൻ നമുക്ക് ഇൻഡിക്കേറ്റർ ഇതേപോലെ മെട്രിക്സ് ആയിട്ട് കത്തും. പിന്നീട് നമ്മൾ ഇതിൻ്റെ ബൾബ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ലോ ബീമാണ്, നമ്മൾ LED ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഹൈ ബീമിലെ ബൾബും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് LED കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ സൈഡ് പോർഷനിൽ വരുമ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് മിറർ നമുക്ക് ഓൾറെഡി അതൊരു ബോഡി കളർ ആയിരുന്നു, നമ്മളത് ബ്ലാക്കിലേക്ക് ചെയ്തിട്ടുണ്ട്. വേറെ സൈഡിൽ പ്രത്യേകിച്ചൊരു മാറ്റോ കാര്യങ്ങളൊന്നും നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ മാറ്റം നമ്മളിതിൻ്റെ റിയർ പോർഷൻ, അത് ബാക്ക് പോർഷനിൽ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഡിക്കി ഗാർണിഷ് നമുക്കൊരു ക്രോം ആയിരുന്നു, നമ്മളത് എന്ത് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് വിത്ത് ലൈറ്റ്സ് ആണ്. നമ്മൾ ആ ഇന്നോവ എന്നുള്ള ലെറ്റേഴ്സ് ലൈറ്റ് പാർക്കും ബ്രേക്കും ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള ഒരു ലൈറ്റിംഗ് ആണ് യൂണിറ്റിൽ വരുന്നത്. പിന്നീട് നമ്മൾ ബാക്കിൽ ആ ഒരു ലോഗോ നമ്മളെ ടൊയോട്ട ബേഡ്ജ് നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ 2.5V എന്നുള്ള ആ ഒരു ബേഡ്ജും നമ്മൾ ബ്ലാക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്തു. ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ഗാർണിഷും ഈ ഒരു അണ്ടർ ഗാർണിഷും നമ്മൾ ക്രോമിലാണ് ചെയ്തിട്ടുള്ളത്. അത് കസ്റ്റമർ റിക്വസ്റ്റ് പ്രകാരം നമ്മളത് ബ്ലാക്ക് ആക്കിയിട്ടില്ല. പിന്നീട് നമ്മൾ ചെയ്തൊരു മാറ്റം എന്ന് പറയുന്നത് റിയർ സ്കേർട്ടാണ് കേട്ടോ. ഒരു റിയർ സ്കേർട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഒരു റിയർ സ്കേർട്ട് നമ്മൾ ഡുവൽ ടോണിൽ ബ്ലാക്ക് ആൻഡ് ഗോൾഡിൽ ആണ് പെയിൻറ്റിങ്ങും ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഒരു DRL ലൈറ്റ്സ് നമ്മൾ 3 ഫംഗ്ഷനോട് കൂടെ പാർക്ക് ബ്രേക്ക് ഇൻഡിക്കേറ്റർ വരുന്ന ആ ഒരു DRL ലൈറ്റും നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ റിയറിൽ വരുമ്പോൾ നമുക്ക് ഇതൊരു മെട്രിക്സ് ആണ്. നമ്മൾ പാർക്ക് ഓൺ ആക്കുന്ന സമയത്ത് ഇത് അത്യാവശ്യം സ്കാൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. കാരണം ഇത് മൊത്തത്തിലൊന്ന് സ്കാൻ ആവും കണ്ടോ, നല്ല ലുക്കാണ് കാണാൻ. ഇത് സ്മോക്കും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. ഇത് സ്കാൻ ആയതിൻ്റെ ശേഷം അത് കത്തി നിൽക്കും. പിന്നെ ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇത് ബ്രേക്കാണ്. പിന്നെ നമുക്കതിൽ ഇൻഡിക്കേറ്റർ വരുന്നത് ഒരു മെട്രിക്സ് ടൈപ്പാണ്, സ്കാനിങ് ടൈപ്പാണ്. പിന്നെ നമുക്ക് റിവേഴ്സ് ആവില്ല, റിവേഴ്സും LED തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ ഡിക്കിൻ്റെ ഈ ഒരു ലൈറ്റ്സ് കണ്ടോ, ഇത് നമുക്ക് ജസ്റ്റ് ഓൺ ആക്കുന്ന സമയത്ത് ജസ്റ്റ് മൊത്തത്തിൽ വൈറ്റ് കളറാണ്, മൊത്തം ഒന്ന് സ്കാൻ ആവും. പിന്നെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ടോ, ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിത് റെഡിലേക്കാണ് വരിക കേട്ടോ. അപ്പോൾ ഇതും ഇതിങ്ങനെ 2 ഫംഗ്ഷൻ ആയിട്ടാണ് ഈ ഒരു ലൈറ്റ്സ് നമുക്ക് വരുന്നത്. ഇന്ത്യയിൽ വരുമ്പോൾ നമ്മളിതാ ഒരു ഡയമണ്ട് 2K 11 ഇഞ്ച് വരുന്ന ഡയമണ്ട് 2K നമ്മളിത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിവേഴ്സ് ക്യാമ് ജസ്റ്റ് ഞാൻ കാണിച്ചത് അത്യാവശ്യം നല്ല കണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു റിവേഴ്സ് ക്യാമും നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പാനൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്ലോസി ബ്ലാക്കാണ്, ഇതിൻ്റെ മാറ്റും അവൈലബിൾ ആണ്. പക്ഷേ വണ്ടിയിൽ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണ്ടി നമ്മളൊരു ഗ്ലോസി ടൈപ്പുള്ള പാനലാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടിയിൽ മാറ്റിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. മെയിൻലി നോക്കുമ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ട് ലുക്കിൽ വരുന്ന നമ്മൾ ആ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റും അതേപോലെ തന്നെ ഡീക്രോമും അതേപോലെ തന്നെ നമ്മൾ ആ ഒരു സ്കേർട്സും വണ്ടിക്ക് അത്യാവശ്യം ലുക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ റിയറിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ ടൈൽ ലാംപ്സ് അതേപോലെ ലൈറ്റ്സ് വരുന്ന ഡിക്കി ഗാർണിഷ് റിയർ സ്കേർട്ട്. ഇന്ത്യയിൽ നോക്കുമ്പോൾ നമ്മളൊരു ആൻഡ്രോയിഡ് ഡയമണ്ട് 2K ആൻഡ്രോയിഡ് വിത്ത് ഗ്ലോസി ബ്ലാക്ക് പാനലും ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ വണ്ടീൻ്റെ വർക്കും അതേപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ സൈൻ ഔട്ട്, ബൈ ഓൾ.